സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെല്ലാം തന്നെ കുട്ടികൾ നിറഞ്ഞൊഴുകുമ്പോഴാണ് കണ്ണൂർ ജില്ലയിലെ അതിരകം UP സ്കൂളിൽ ഒറ്റ കുട്ടികൾ പോലുമില്ലാത്ത അവസ്ഥ. സ്കൂൾ അടച്ചുപൂട്ടലിൻ്റെ വക്കീലാണ്. അല്ല, അടച്ചുപൂട്ടൽ എന്ന് തന്നെ പറയാൻ കഴിയുന്ന സ്ഥിതിയാണ്. ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളെയും TC നൽകി പറഞ്ഞയച്ചു. സ്കൂളിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. ദാ ഇങ്ങനെ. 1925 അതിരകം UP സ്കൂൾ ആരംഭിച്ചത്. ഓല ഷെഡിലായിരുന്നു തുടക്കം. 1 മുതൽ 7 വരെ ക്ലാസുകൾ. 1956 ഓല ഷെഡ് മാറ്റി ഓടുമേഞ്ഞ കെട്ടിടമായി. അക്കാദമിക് കലാകായിക മേഖലയിൽ വിദ്യാലയം കുതിച്ചു. നിരവധി പ്രമുഖരായ പൂർവ്വ വിദ്യാർത്ഥികളുമുണ്ട്. ആ സമയത്തെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളും മാനേജ്മെന്റ് ഒരുക്കിയിരുന്നു. എന്നാൽ പതിയെ മാനേജ്മെന്റ് സ്കൂൾ ശ്രദ്ധിക്കാതെയായി. കെട്ടിടം തകർച്ചയുടെ വക്കിലെത്തി. ബെഞ്ചും ഡെസ്കും പേരിനു മാത്രം, എല്ലാം വാരി വലിച്ചിട്ട നിലയിൽ. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലാതായതോടെ രക്ഷിതാക്കൾ TC വാങ്ങി കുട്ടികളെ മറ്റ് സ്കൂളുകളിൽ ചേർത്തു. സ്കൂളിൽ ഒരു അടിസ്ഥാന സൗകര്യവും ഒരുക്കാൻ മാനേജ്മെന്റ് തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് കോർപ്പറേഷൻ കൗൺസിലർ ET സാവിത്രി. 100 വർഷം പൂർത്തിയായ സ്കൂളാണ്. കഴിഞ്ഞ മാസമായിരുന്നു 100ാം വാർഷികം നടന്നത്. 100ാം വാർഷികം നടക്കുമ്പോൾ ഞാനായിരുന്നു അവിടെ ഉദ്ഘാടനത്തിന് പോയിരുന്നത്. വാർഷികം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള വാർഷികം. നമ്മൾ 10 വർഷം മുന്നേ ഞങ്ങളെ ആ പൂർവ്വ വിദ്യാർത്ഥികളും കൂടി നല്ല രീതിയിൽ 90ാം വാർഷികം ഗംഭീരമായിട്ട് മന്ത്രിനെ വിളിച്ച് ആഘോഷിച്ചൊരു സ്കൂളായിരുന്നു. കലക്ടറൊക്കെ വന്നിട്ട് ചെയ്ത ആ സ്കൂൾ 100ാം വർഷത്തിലെത്തുമ്പോഴേക്കും നല്ല രീതിയിൽ നടത്തണം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് യാതൊരുവിധ സപ്പോർട്ടും ഉണ്ടായില്ല. സപ്പോർട്ട് ഇല്ലയെന്ന് വെച്ചാൽ ഒരു സ്കൂൾ കൃത്യമായി നടത്തിച്ചു കൊണ്ടുപോകണമെങ്കിൽ ആ സ്കൂളിലേക്ക് വേണ്ട അത്യാവശ്യം മെയിൻ്റനൻസ് വർക്കുകൾ കൃത്യമായി ചെയ്യണം. സ്കൂളിലേക്ക് ഇപ്പം മത്സരമാണല്ലോ എല്ലായിടും സ്കൂൾ തമ്മിൽ. അപ്പോൾ സ്കൂളിലേക്ക് വാഹനം വേണം, മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരുക്കണം. അപ്പോൾ അത് എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടും മാനേജ്മെൻറ്റ് ഭാഗത്ത് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. പറഞ്ഞാൽ ഞങ്ങളിത് ഒരു 5 പേര് 5 or 7 പേര് അടങ്ങിയ ഒരു മാനേജ്മെൻറ്റാണ് ഉള്ളത്. അപ്പം ആ മാനേജ്മെൻറ്റിലെ ആൾക്കാർ പല ഭാഗത്തുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഇവരെല്ലാം അവരവരുടെ വീടുകളിൽ, ഞാനും ടീച്ചേഴ്സും നമ്മളെ വിദ്യാലയ വികസന സമിതിൻ്റെ ആൾക്കാരടക്കം പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ എല്ലാവരും ഏകോപിപ്പിച്ച് ഒരു വീട്ടിൽ വെച്ചിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് നടത്തി. അതിൽ ഞങ്ങളോട് കൃത്യമായി ചെയ്യാമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിക്കാം. നമ്മൾ പറഞ്ഞു ഒന്നും നടക്കുന്നില്ലെങ്കിൽ വിദ്യാലയ വികസന സമിതിനെ ഏൽപ്പിക്കൂ, നമുക്കൊരു 10 വർഷം വിട്ടുക നമ്മൾ വളരെ കൃത്യമായിട്ട് ആ സ്കൂള് എക്കണോമിക് ആക്കുന്ന വിധത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അതൊക്കെ ഏകദേശം സമ്മതിച്ച് അവർ പിരിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ വീണ്ടും പഴയ പോലെയായി. ഞങ്ങളോട് പിന്നീട് കാര്യങ്ങളും സംസാരിച്ചിട്ടൊന്നും ചെയ്തില്ല. ഞങ്ങളതിൻ്റെ പുറകെ ഒരുപാട് തവണ പോയിട്ടുണ്ട്, ഒരുപാട് തവണ, അത്രയധികം തവണ. മാനേജ്മെന്റുമായി നിരവധി തവണ ബന്ധപ്പെട്ട് സ്കൂൾ അടച്ചുപൂട്ടരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് കൗൺസിലർ വ്യക്തമാക്കി. സ്കൂൾ വിട്ടുതന്നാൽ തങ്ങൾ നടത്താമെന്ന് സ്കൂൾ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടതുമാണ്. നേരത്തെ സമരങ്ങളും നടന്നു. മന്ത്രിതലത്തിൽ വരെ നിവേദനങ്ങളും നൽകി. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും കൗൺസിലർ. അവിടെ ഞങ്ങൾ ആ സ്കൂളിൻ്റെ മുന്നിൽ ഒരു സമരം വരെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അധ്യാപക സംഘടനകളിലെ നേതാക്കന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമരം നടത്തിയിരുന്നു. അപ്പം അതിനൊന്നും ഫലം ഉണ്ടായില്ല. DDOനെ കണ്ടു, DDനെ കണ്ടു, എല്ലാവരും കണ്ടു, മന്ത്രിക്ക് നിവേദനം കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. പക്ഷേ അതിനൊരു നടപടി ഇതുവരെ ഉണ്ടായില്ല. പക്ഷേ നമുക്കൊരു വലിയ സങ്കടം എന്ന് വെച്ചാൽ 100 വർഷമാണ് ഒരു സ്കൂൾ. ആ സ്കൂൾ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരിക സ്ഥാപനമാണ്. അത് നശിച്ചു പോകുമെന്ന് പറഞ്ഞ വലിയ സങ്കടമുള്ളൊരു കാര്യമാണ്. വിദ്യാലയം നടത്താൻ പറ്റില്ലെങ്കിൽ മാനേജ്മെന്റ് സർക്കാരിന് വിട്ടുകൊടുക്കണം. ഇതാണ് നാട്ടുകാരുടെ ആവശ്യം. കുട്ടികൾ TC ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്തു എന്നാണ് പ്രധാനാധ്യാപകൻ അറിയിച്ചതെന്നും കൗൺസിലർ വ്യക്തമാക്കി. 5 അധ്യാപകരാണ് സ്കൂളിലുള്ളത്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറുമ്പോഴാണ് കണ്ണൂർ ജില്ലയിലെ അതിരകം UP സ്കൂൾ അടച്ചുപൂട്ടേണ്ടി വരുന്ന അവസ്ഥയിൽ എത്തിയത്. 100 വർഷം പഴക്കമുണ്ട് അതിരകം UP സ്കൂളിന്. ആ വിദ്യാലയത്തിനാണ് താഴെ വീഴുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദി? അതിരകത്ത് നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.